So the first problem is, ഞാൻ പറഞ്ഞല്ലോ ഈ പ്രോബ്ലം +2 ചെയ്യുന്ന പ്രോബ്ലമാണ്. ഒരു +2 ലെവൽ നോളജിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ പ്രോബ്ലം എന്തിനാണ് പിന്നെയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ +2 ബുക്ക് നോക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ വേറൊരു രീതിയിലായിരിക്കും ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അതായത് നമ്മൾ +2 ചെയ്ത സമയത്ത് ഈ വെക്റ്റർ കൺസെപ്റ്റ് അങ്ങനെ യൂസ് ചെയ്തിട്ടല്ല ചെയ്യുക. വെക്റ്റർ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരിക്കലും റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും കമ്പോണൻസ് എഴുതാറുണ്ട്. നമ്മൾ കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ വെക്റ്റർ ഫോം ഒക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട് +2, പക്ഷേ അതെടുത്ത് അതേപടി അപ്ലൈ ചെയ്യാറില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും കൂടെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും ഈ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയും ഞാൻ പറയുന്നു, ഇതിനകത്ത് ബി പാർട്ട് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എഴുതണ്ട, നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. അതായത് ഗ്രിഫിത്തിൻ്റെ പ്രോബ്ലം 2.2 ആണ് ഈ സാധനം. ഓക്കെ, അത് നിങ്ങൾ ഗ്രിഫിത്ത് ടെക്സ്റ്റ് നോക്കിയാൽ മതി, കിട്ടും. ഓക്കെ, വെറുതെ അതെഴുതി സമയം കളയണ്ട. ദെൻ നമുക്കിനി ഈ പ്രോബ്ലത്തിലേക്ക് പോവാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഈസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എ ഡിസ്റ്റൻസ് ഇസഡ് എബവ് ദ മിഡ് പോയിൻറ്റ് ബിറ്റ്വീൻ 2 ഈക്വൽ ചാർജസ് Q and a distance d apart. Okay, figure ഉണ്ട്, ആ ഫിഗർ ടെക്സ്റ്റിലുണ്ട്, ഞാൻ ഇപ്പോൾ അല്ലാതെ വരയ്ക്കാം. ചെക്ക് ദാറ്റ് യുവർ റിസൾട്ട് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് വാട്ട് യു വുഡ് എക്സ്പെക്ട് അറ്റ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഡി. ആ ഫിഗർ ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇസഡ് ഗ്രേറ്റർ ദാൻ ഡിയിൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയാണോ എന്നിരിക്കുക. ദെൻ റിപ്പീറ്റ് പാർട്ട് എ, ഓൺലി ദിസ് ടൈം മേക്ക് ദ റൈറ്റ് ഹാൻഡ് ചാർജ് -Q ഇൻസ്റ്റെഡ് ഓഫ് +Q. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ട് നോക്കാം, പാർട്ട് എ. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? 2 ചാർജസ് ഉണ്ട്, സം Q, 2 +Q ആണ്. They are separated by a distance ടോട്ടൽ D. ഓക്കെ, ഒരു D ഡിസ്റ്റൻസ് അപ്പാർട്ടാണ് വെച്ചിരിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ D ഡിസ്റ്റൻസ് അപ്പാർട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ചാർജ്. അതിൻ്റെ ഇസഡ് എബോവ്, മിഡ് പോയിൻറ്റിന് നേരെ എബോവ് ആയിട്ട് ഒരു ഇസഡ് ഡിസ്റ്റൻസിലൊരു പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ലെറ്റ് ദാറ്റ് പോയിൻ്റ് ബി പി. ആ പി എന്ന് പറയുന്ന പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇത് എന്താണ്, എത്രയാണ് ദൂരം? ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇസഡ് ആണ്. ഓക്കെ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് D ആണെന്ന് തന്നിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹാഫ് ഡിസ്റ്റൻസിനെ D/2 എന്നൊക്കെ എഴുതണ്ട, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വെറുതെ. ഓക്കെ, എനിവേ ടോട്ടലി ദിസ് ഇസ് D. അത് മതി. അപ്പം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് പണ്ട് +2 ലെവലിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ +Q കാരണം ഇങ്ങോട്ടൊരു ഫീൽഡുണ്ട്, ദെൻ -Q കാരണം ഇങ്ങോട്ടൊരു ഫീൽഡുണ്ട്, ഈ +Q കാരണം ഇങ്ങോട്ടൊരു ഫീൽഡുണ്ട്. അതിൻ്റെ വെക്ടർ സം കാൽക്കുലേറ്റ്, അതായത് ഇങ്ങനെ വരും, പിയിലെ ഫീൽഡ് ഒന്നിങ്ങനെയും വരും. ദെൻ ഇവിടെ ഒരു ആംഗിളൊക്കെ മാർക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെക്ടർ സം കാൽക്കുലേറ്റ് ചെയ്യാം. കമ്പോണൻസ് ഒക്കെ എടുത്ത് വെക്ടർ സം കാൽക്കുലേറ്റ് ചെയ്യാം. യു വിൽ ഗെറ്റ് ആൻസർ, നോ പ്രോബ്ലം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വെക്ടർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? വെക്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊരു കോർഡിനേറ്റ് ഫിക്സ് ചെയ്യുന്നു. ഒരു ഒറിജിൻ എടുക്കുന്നു. ലെറ്റ് ദിസ് ബി ഒറിജിൻ ആൻഡ് ഇമാജിൻ ദിസ് ആസ് ദ എക്സ് ആക്സിസ്. ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കാം. ഇത് ഓൾറെഡി ഇസഡ് എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്കതിനെ ഇസഡ് ആക്സിസ് തന്നെ വിളിക്കാം. ഓക്കെ, ഇപ്പോൾ 2 ആക്സിസ് ഞാൻ സെറ്റ് ചെയ്തു. നൗ ഇനി നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സാധനങ്ങൾ ഓർക്കുക. 3 പേരെ നമ്മൾ പഠിച്ചു. R ഡാഷ് ആൻഡ് R. ഈ 3 പേരെ ഓർക്കുക. ഇതെന്താണ്? സെപ്പറേഷൻ വെക്റ്റർ. ഇതെന്തായിരുന്നു? R ഡാഷ് ഇസ് ദ സോഴ്സ് ചാർജ്, സോഴ്സ് പോയിൻറ്റ്. R എന്താണ്? ഫീൽഡ് പോയിൻറ്റ്. ഓരോന്നിൻ്റെ ഡയറക്ഷൻ ഓർക്കുക. ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ചാർജ് ടു പോയിൻ്റ് ആണ്. ഓക്കെ, ചാർജ് ടു ഫീൽഡ് പോയിൻ്റ് വരും. ഇതെവിടെ നിന്നാണ്? ഒറിജിൻ ടു ചാർജ് ആണ്. ഇത് ഒറിജിൻ ടു ഫീൽഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓരോന്നും മാർക്ക് ചെയ്യാണ്. ഓക്കെ, ആദ്യം ഫസ്റ്റ് ചാർജ് എടുക്കാം. ഫസ്റ്റ് ചാർജിൻ്റെ കേസിൽ സെപ്പറേഷൻ വെക്റ്റർ ആദ്യം നമുക്ക് മാർക്ക് ചെയ്യാം. സെപ്പറേഷൻ വെക്റ്റർ ഇവിടെ ഏതായിരിക്കും? ഈ കാണുന്നതായിരിക്കും അല്ലേ? ഇതല്ലേ സെപ്പറേഷൻ വെക്റ്റർ? അതായത് ഫസ്റ്റ് +Q എന്ന് പറയുന്ന ചാർജിൻ്റെ സെപ്പറേഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ്. ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് R1. ഓക്കെ, ക്ലിയർ.
സെപ്പറേഷൻ വെക്ടറിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. എവിടെ നിന്ന് ഇങ്ങോട്ട് ചാർജിൽ നിന്ന് ഫീൽഡ് പോയിന്റിലേക്ക് കറക്റ്റാണ്. ദെൻ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുക, ലൈൻ വരയ്ക്കുക, കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് വരയ്ക്കേണ്ടത് ഈ സോഴ്സ് പോയിൻറ്റിൻ്റെ, സോഴ്സ് 2 ഉണ്ട്, നമുക്കത് പിന്നെ നോക്കാം. ആദ്യം ഒരെണ്ണം നമുക്ക് എഴുതാം. അപ്പോൾ സോഴ്സ് പോയിൻറ്റിൻ്റെ വെക്ടർ ദാറ്റ് ഈസ് ആർ ഡാഷ് ആണ് എനിക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം ആർ ഡാഷ് എങ്ങോട്ട് വരും? ഒറിജിനിൽ നിന്ന് സോഴ്സിലേക്ക്, ഒറിജിൻ ടു സോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് വരും? ഇതായിരിക്കും ആർ. ഓക്കെ, അപ്പം ഈ കാണുന്നതാണ് എന്ത്? എൻ്റെ ആർ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ഞാൻ R1 ഡാഷ് എന്ന് വിളിച്ചോട്ടെ. ഓക്കെ, നമ്മൾ കുറേ കഴിയുമ്പോൾ ഈ R1 ഡാഷ് ഒന്നും എഴുതത്തില്ല കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഇനി ഈ നേരെ മുകളിലേക്കുള്ളതാണ് ആര്? നേരെ മുകളിലേക്ക് പോകുന്ന ആളാണ് എൻ്റെ ഒറിജിനിൽ നിന്ന് ഫീൽഡ് പോയിൻറ്റിലേക്കുള്ളത്, ദാറ്റ് ഈസ് ആർ. ഓക്കെ, ഇനി നമുക്ക് ഈ സാധനത്തിനെ ഒന്ന് എടുക്കാം. ഓക്കെ, റൈറ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അത് നമുക്ക് എടുക്കണം. അത് നമുക്ക് പിന്നെ എടുക്കാം. അത് നിങ്ങൾ തന്നെ എടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടും അത്. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ എഴുതാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് ഇതിനെ ഞാൻ 1 എന്ന് വിളിക്കുകയാണ്, ഈ പോയിന്റിനെ കേട്ടോ. ഈ 1 കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് E ഡ്യൂ ടു 1, ഈ 1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് സിമ്പിളി അറിയാം. E ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ, ഓക്കെ, ഇതിന് വെക്ടറും കൂടെ ഞാൻ കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നോക്കാം, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1ൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കുമല്ലോ. അതായത് +Q മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1ൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതിനെങ്ങനെ എഴുതുന്നു? R1 മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ. കറക്റ്റാണ്. R1 മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ത്? ഈ പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഡൗട്ടൊന്നുമില്ല, ഞാനത് കറക്റ്റായിട്ട് എഴുതി. ഓക്കെ, എന്ന് വെച്ചാൽ ക്ലിയർ ആണ്. ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് വരണം, ഡിസ്റ്റൻസ് മതി, അതുകൊണ്ട് നമുക്ക് സ്ക്വയർ ഇടാം. ഇനി എനിക്ക് അതിൻ്റെ കൂടെ എന്തുകൂടെ വേണം? ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഈ ക്യൂവിൽ നിന്ന് ഈ ഫീൽഡിലേക്ക്, ക്യൂവിൽ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന വെക്ടറിൻ്റെ അതേ ഡയറക്ഷൻ, ദാറ്റ് ഈസ് R1 ക്യാപ്പ്. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ആദ്യത്തെ സാധനം. അപ്പോൾ ഇത് E1 എന്ന് പറയുന്നത് എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ R1നെ നമുക്കറിയാവുന്ന Z-ൻ്റെയും D/2ൻ്റെയും ടേംസിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കുക. ഓക്കെ, ഈ ട്രയാങ്കിൾ നിങ്ങൾ കണ്ടല്ലോ, ദറ്റ് ഈസ് ട്രയാങ്കിൾ ഒന്നെടുത്ത് വരച്ചാൽ ഈ ട്രയാങ്കിൾ, ഇതിങ്ങോട്ടൊരു വെക്ടർ, ഇതിങ്ങോട്ടൊരു വെക്ടർ, ഇതിങ്ങോട്ടൊരു, ഇതെന്തായിരുന്നു? എൻ്റെ R1 വെക്ടർ, ഇതെൻ്റെ R വെക്ടർ, ഇതെൻ്റെ R ഡാഷ് വെക്ടർ. ഓക്കെ, ഇതിന് മാത്രം ഞാൻ 1 എന്ന് കൊടുക്കും, കാരണം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ. ഇനി നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. R1നെ ഞാൻ R1 എന്ന് തന്നെ എഴുതി. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. ഇനി R1 ഡാഷ് എന്താണ് സാധനം? ആക്ച്വലി ആ വെക്ടർ എന്താണ്? ഇത് എക്സ് ആക്സിസ് ആണല്ലോ, പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇതെന്താണ്? നെഗറ്റീവ് എക്സ് ആക്സിസ്. ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, അപ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസ് ഡയറക്ഷനിലാണ് അതുള്ളത്, -x ക്യാപ്പ്. ഓക്കെ, ഇനി അതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ഇത് ടോട്ടൽ D ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? D/2. സോ ദിസ് ഈസ് D/2 x ക്യാപ്പ്. ഓക്കെ, R1 ഡാഷ് എന്ന് പറയുന്നത് -D/2 x ക്യാപ്പാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്തത് R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറിജിനിൽ നിന്ന് നേരെ മേളിലേക്ക്, അത് Z ആക്സിസ് എന്ന് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് Z ക്യാപ്പ് ആയിരിക്കും. ഓക്കെ, സോ ഐ ഗോട്ട് R1 ഡാഷ് ആൻഡ് R1നെ നമുക്ക് ഇനി ക്യാപിറ്റൽ R1നെ നമ്മൾ മോഡിഫൈ. ഇനി ഈ ട്രയാങ്കിൾ നോക്കുക. ഇതിനകത്തൊന്ന് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒന്ന് കൊടുത്ത് നോക്കിയേ. അപ്പോൾ എന്ത് വരും? R1 ഡാഷ് പ്ലസ് R1 ഈസ് ഈക്വൽ ടു R എന്ന് കിട്ടുവേ. ഇത് നോക്കിയാൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ R1 എന്താണ്? R1 ഈസ് ഈക്വൽ ടു R മൈനസ് R ഡാഷ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ R1 ഡാഷ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അന്ന് പറഞ്ഞപ്പോൾ ഈ സാധനം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ R1 അല്ലെങ്കിൽ ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു R മൈനസ് R ഡാഷ് എന്നുള്ള ഡെഫിനിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈഹാർട്ട് ചെയ്യാം. ബൈഹാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം റെസ്പെക്റ്റീവ്ലി ഫീൽഡ് പോയിൻറ്റിന് R ആയിരിക്കണം, ദെൻ സോഴ്സ് പോയിൻറ്റിന് R ഡാഷ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരത്തില്ല. ഈ പറയുന്ന കൺവെൻഷനിൽ നിങ്ങൾ എഴുതിപ്പോയാൽ, ഇപ്പം നമ്മളിപ്പോൾ വന്ന ആ രീതിയിൽ ഓരോന്നിൻ്റെ ഡയറക്ഷൻ, ഓരോന്നിൻ്റെ സിമ്പൽ, ഡയറക്ഷൻ കൃത്യമായി കൊടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ ട്രയാങ്കുലർ ലോ എടുത്ത് അനലൈസ് ചെയ്യേണ്ടി വരത്തില്ല. ഇവിടെ ഞാൻ ട്രയാങ്കുലർ ലോ എടുത്ത് അനലൈസ് ചെയ്തിട്ടാണ് ഒരു പ്രാവശ്യം ചെയ്തത്.
നിങ്ങൾ ആക്ച്വലി എന്ത് വരില്ല, നമ്മൾ നേരത്തെ തന്നെ ട്രയാങ്കുലർ ലോ അപ്ലൈ ചെയ്ത് ഇതിങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബൈ ദിസ് കൺവെൻഷൻ. ഈ കൺവെൻഷൻ നിങ്ങൾ ഫോളോ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് ഇവിടെ വന്ന് ഇതൊന്നും നോക്കണ്ട, ചുമ്മാ r - r' എന്ന് അപ്പം തന്നെ എനിക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എന്തിനുണ്ട്, ഈ ഇക്വേഷനുണ്ട്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വരച്ച് കഴിഞ്ഞിട്ട് ഇത് വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ r1 എനിക്ക് എന്ത് എഴുതാം, therefore r1 ഈസ് ഈക്വൽ ടു r - r'. r എന്താണ്, z ക്യാപ്പ് മൈനസ് d/2 x ക്യാപ്പ്. കിട്ടിയല്ലോ, ഫൈൻ. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചാൽ, ഇനി എൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാൻ പോകും. r1 എന്ന് പറയുന്ന വെക്ടർ നിങ്ങൾക്ക് തന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് r1? ഓക്കെ, ദിസ് ഈസ് റൂട്ട് ഓഫ് z. ഇത് ഞാൻ എഴുതുന്നത് അവിടുത്തെ ട്രയാങ്കിൾ ഒന്നും നോക്കിയിട്ടല്ല കേട്ടോ, നമ്മൾ +2 അങ്ങനെയൊക്കെ ചെയ്യും. ഇവിടെ ഈ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട, ഇത് z ക്യാപ്പാണ്, ഇത് d/2 x ക്യാപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ z കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് z സ്ക്വയർ പ്ലസ് d/2 സ്ക്വയർ. കഴിഞ്ഞല്ലോ, ഓക്കെ ഫൈൻ. ഇനി അടുത്തത് r1 ക്യാപ്പ് എന്തായിരിക്കും? അപ്പോൾ r1 ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഓക്കെ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ്. വെക്ടർ എന്താണ്, z ക്യാപ്പ് മൈനസ് d/2 x ക്യാപ്പ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് z സ്ക്വയർ പ്ലസ് d/2 ദ ഹോൾ സ്ക്വയർ. കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, വെക്ടർ r1 മോഡുലസും കിട്ടി, r1 ക്യാപ്പും കിട്ടി. ഇത് രണ്ടും എടുത്ത് r ഇക്വേഷനിൽ കൊടുക്കാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു. ദറ്റ് ഈസ് E1 ഈസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് d/2 സ്ക്വയർ. ഓക്കെ, d/2 സ്ക്വയർ, അതിൻ്റെ ഒരു റൂട്ടുണ്ട്. റൂട്ട് എടുത്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും, സ്ക്വയർ ചെയ്യും. അപ്പോൾ ഇത് മാത്രം വരും. ഓക്കെ, ഇൻറ്റു r1 ക്യാപ്പിന് പകരം ഞാൻ എന്ത് കൊടുക്കണം, z ക്യാപ്പ് മൈനസ് d/2 x ക്യാപ്പ് ഫൈൻ ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് റൂട്ട് ഓഫ്, ദറ്റ് ഈസ് z സ്ക്വയർ പ്ലസ് d/2 ഹോൾ സ്ക്വയർ ഇൻറ്റു റേസ് ടു 1/2. ഓക്കെ, which is equal to 1/4πε0 q divided by, ഇത് റേസ് ടു 1 ആണ്, 1/2 ആണ്, അപ്പോൾ 3/2 ആയി. ദാറ്റ് ഈസ് z സ്ക്വയർ പ്ലസ് d/2 ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഓക്കെ ഇൻറ്റു z ക്യാപ്പ് മൈനസ് d/2 x ക്യാപ്പ് എന്ന് കിട്ടും. ദിസ് ഈസ് ആക്ച്വലി മൈ E1. ഓക്കെ, ആക്ച്വലി നിങ്ങൾക്ക് ഈ സാധനം പാടാന്ന് ഇൻ ദ സെൻസ് ഇതിൽ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാണ് ഇത്രയും കോംപ്ലക്സ് രീതിയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി ഇൻ്റഗ്രേഷൻ രീതിയിലൊക്കെ ഒരു ലൈൻ ചാർജിൻ്റെ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഈ വെക്ടർ നൊട്ടേഷൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഒരുപാട് ബോദർ ചെയ്യാതെ ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റും. ഏത് കമ്പോണൻസ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നു എന്ന് കണ്ടെത്താൻ എളുപ്പമായിരിക്കും. നമ്മൾ വെറുതെ ഈ ഒരു പ്രൊസീജിയർ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. അതുകൂടിയാണ്, അതായത് ജനറൽ അപ്രോച്ചാണ്. സോ E1 എനിക്ക് കിട്ടി. ഓക്കെ, E1 എഴുതി ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഞാൻ ചെയ്തതൊന്നുമില്ല. നമ്മൾ വെറുതെ ഇതെല്ലാം നോട്ട് ചെയ്യുന്നു. നോട്ട് ചെയ്തതിന് ശേഷം ഈ പറയുന്നതിൽ R1 എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരച്ചു, R1 ഡാഷ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരച്ചു, ദെൻ R മേളിലേക്ക് ഇത് R1 ക്യാപിറ്റൽ R1, ദെൻ അത് ഉപയോഗിച്ച് R1 ക്യാപ്പ് എഴുതി, ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എഴുതി. അതിനകത്തൊരു R1 ക്യാപ്പ് ഉണ്ട്. അതിനെ എനിക്ക് അറിയാവുന്ന ഈ ഇസഡിൻ്റെയും ഇതിൻ്റെയും ടേംസിലേക്ക് മാറ്റി. അത് മാറ്റുമ്പോൾ സാധാരണ നമ്മൾ ആറിന് z സ്ക്വയർ പ്ലസ് x സ്ക്വയർ എന്നൊക്കെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പക്ഷേ അല്ലെങ്കിൽ d/2 ദ ഹോൾ സ്ക്വയർ എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഞാൻ എന്ത് ശ്രദ്ധിച്ചിട്ടാണ്, വെക്ടർ യൂസ് ചെയ്തിട്ട് അത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് വെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു കാൽക്കുലേറ്റ് E2 വെക്ടറിനെ ഇതേപോലെ എഴുതി വെക്കണം എന്ത് വരും എന്നുള്ളത്. അതിനപ്പോൾ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് ഫിഗർ വരയ്ക്കുക. ആ ഫിഗർ യൂസ് ചെയ്യേണ്ട, ആ ഫിഗർ ഞാനിപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആക്കി ഇടാം. സേ ഇതിൻ്റെ റൈറ്റ് സൈഡ് എടുക്കുക. സോ ഇങ്ങോട്ടുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം, R2 ഡാഷ് ക്യാപ്പ് എന്ന് വിളിക്കാം. ഇത് നമ്മുടെ R തന്നെ, ദെൻ ഇത് R2 ആണ്. ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, E2 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയൂ. സേ ദിസ് ഈസ് മൈ ഫിഗർ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഇല്ലെങ്കിൽ നിങ്ങൾ E2 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഡൗട്ട് വരും എവിടെയെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ.
മറ്റേ ക്വസ്റ്റ്യൻ മറ്റേതിലാണെങ്കിൽ +d/2 ആവത്തില്ലേ? മൈനസ് മൈനസും കൂടി. ഏത്? r മൈനസ് r ഡാഷ് അല്ലേ? ഓക്കെ, r മൈനസ് r ഡാഷ്. അവിടുത്തെ r ഡാഷ് വെക്ടർ ഏതാണ് രണ്ടാമത്തെ കേസിൽ? -d/2 x ക്യാപ്. ഫസ്റ്റിലുള്ളതാണ് സാർ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഫസ്റ്റിലുള്ള കേസിലാണ് ചോദിച്ചത്. r1 ഡാഷ് ആണെങ്കിൽ അതായത് r1 ഡാഷ് നിങ്ങൾ എഴുതുന്ന സമയത്ത് വരുന്നത് -d/2 x. ഒരു സെക്കൻഡ്. ഓക്കെ. റൈറ്റ് സൈഡ് എഴുതുന്ന സമയത്ത് പ്ലസ് ആയി കഴിഞ്ഞാൽ മൈനസ് എക്സിസ്റ്റ് ചെയ്യണം. സോ ദാറ്റ് ഇസ് യെസ്, കറക്റ്റാണ്. സോറി, അതൊരു മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, ദാറ്റ്സ് താങ്ക് യു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. അതായത് എന്താണെന്ന് നിങ്ങൾക്ക് നോക്കി പറഞ്ഞ പോലെയാണ്. അതായത് നമ്മൾ r1 എന്ന് പറയുന്ന ആളെ, ഓക്കെ, ഈ r1, അതായത് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, ഇത് മാത്രം നോക്കുക. ഇതെഴുതുന്നത് എങ്ങനെയാണ്? ഈ ട്രയാങ്കിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ചിട്ടോ r1 ഡാഷ് പ്ലസ് ക്യാപിറ്റൽ R1 ഈസ് ഈക്വൽ ടു r എന്ന് നമ്മൾ എഴുതി. ഓക്കെ, നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, ഇനി ഈ എഴുതിയത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? r1നെ ഡിഫൈൻ ചെയ്തു. r1 എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, r1 ഈസ് സംതിങ് r മൈനസ് r ഡാഷ് എന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ r1ൻ്റെ ഡെഫിനിഷൻ ഇറ്റ് സെൽഫ് r മൈനസ് r1 ഡാഷ് എന്നാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആർക്ക് പകരം? r-ന് പകരവും r1 ഡാഷിന് പകരവും. ഓക്കെ, കറക്റ്റാണേ. അപ്പോൾ നമുക്ക് നോക്കാം. r1 ഡാഷ് എന്ന് പറഞ്ഞാൽ -d/2 x ക്യാപ്പാണ്. r എന്ന് പറഞ്ഞാൽ z ക്യാപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ശ്രദ്ധിച്ചില്ല, ആ മൈനസ് കണ്ടുകൊണ്ട് പെട്ടെന്ന് എഴുതിപ്പോയതാണ്, സോറി. അപ്പോൾ r എന്ന് പറഞ്ഞാൽ z ക്യാപ്പാണ്. r ഈസ് z ക്യാപ്പ്. ഓക്കെ, ദെൻ മൈനസ്, ഈ മൈനസ് എന്ന് പറയുന്നത് ഇക്വേഷനിൽ നിന്നുള്ള മൈനസാണ്. ഓക്കെ, ദെൻ ഈ d/2 എന്ന് പറയുന്നത് -d/2 x ക്യാപ്പ് എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു z ഡാഷ് പ്ലസ് d/2 x ക്യാപ്പ് എന്ന് വരും. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പം ഇതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റിയത് അതാണ്. അപ്പോൾ ഇത് പ്ലസ് ആവും, ദെൻ ഇവിടെ ഒന്നും വ്യത്യാസം വരത്തില്ല, ഇവിടെ പ്ലസ് ആവും, ഇത് പ്ലസ് ആവും, ഇത് പ്ലസ് ആവും. മാഗ്നിറ്റ്യൂഡിനകത്ത് വ്യത്യാസമൊന്നും വരത്തില്ല, കാരണം അത് ജസ്റ്റ് സ്ക്വയർ ചെയ്ത ആഡ് ചെയ്യണം. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. താങ്ക് യു. ഒന്ന് തിരുത്തിക്കോണേ. അതായത് ഈ മൈനസ് എന്ന് പറയുന്നത് ഇക്വേഷൻ്റെ മൈനസാണ്. അതെ, കറക്റ്റാണ്. ഓക്കെ, ശരിയാണ്. അപ്പം റൈറ്റ് സൈഡ് ഒന്ന് ചെയ്തിട്ട് ആൻസർ പറയൂ. നമുക്കൊന്നുകൂടെ ചെയ്യാം. അത് ഞാനൊന്നുകൂടെ പറയാം, കാരണം ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് ഒന്നുകൂടെ പറയണത്. E2 കിട്ടിയോ? E2-നകത്ത് E2 ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം വരത്തില്ലല്ലോ, ഡയറക്ഷനിലല്ലേ വ്യത്യാസം വരും? അതേ ഉള്ളൂ. കാരണം ഡിസ്റ്റൻസ് സെയിം ആണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. ദറ്റ് ഈസ് 1/4πε0 Q/, ബാക്കിയൊക്കെ കോമൺ ആയിരിക്കും. നോക്കാതെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. 2 കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പം ഇവിടുത്തെ വെക്ടർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. സോ ദിസ് ഈസ് മൈ r1, r. So simply r2 is equal to r minus r2 dash. So r, നിങ്ങൾക്ക് r2 എന്ത് കിട്ടിയെന്ന് വായിക്കുമാരെങ്കിലും? 1/4πε0 Q/z² plus c²/2 the whole raised to 3/2 into z cap minus d/2 x cap. z cap minus d/2 x cap. ഓക്കെ, അതായത് നമുക്ക് 3/2 ആണ്. ഓക്കെ, റേസ് ടു 3/2. ഓക്കെ,
അപ്പോൾ ഇവിടെ നോക്കാം R2 ഈസ് ഈക്വൽ ടു R മൈനസ് R2 ഡാഷ് എന്ന് ഞാൻ എഴുതി. R എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ പഴയ ഇസഡ് ക്യാപ്പ് തന്നെയാണ്. മൈനസ് ഇതെന്താണ് R2 ഡാഷ് എന്ന് പറഞ്ഞാൽ R2 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങോട്ടാണ്? ഇതാണ് ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. സോ പ്ലസ് എക്സ് ക്യാപ്പ് ഇൻറ്റു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ d/2. ജസ്റ്റ് പുട്ട് ദാറ്റ് d/2 എക്സ് ക്യാപ്പ് ഹിയർ. സോ ഐ ഗോട്ട് R2. അപ്പോൾ എൻ്റെ E2ൻ്റെ ഇക്വേഷൻ എന്താണ്? E2 ഷുഡ് ബി 1/4πε0 Q ബൈ ഇതാണല്ലോ R2. സോ R2 മാഗ്നിറ്റ്യൂഡ് ഓഫ് R2 സ്ക്വയർ ഇൻറ്റു R2 ക്യാപ്പ് എന്ന് വരണം. സോ ഇനി ഓരോന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 1/4πε0 Q ബൈ R2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? Z സ്ക്വയർ പ്ലസ് d/2 സ്ക്വയർ ദ ഹോൾ റേസ് ടു ഹോൾ സ്ക്വയർ റൂട്ടിൻ്റെ സ്ക്വയർ. അപ്പോൾ അത് തന്നെ വരും. ദെൻ ഒരു R ക്യാപ്പ് എഴുതുമ്പോൾ എന്ത് വരും? Z ക്യാപ്പ് മൈനസ് d/2 എക്സ് ക്യാപ്പ് ബൈ ഒരു റൂട്ട് ഓഫ് സാധനമുണ്ട്, രണ്ടും കൂടെ ചേർന്ന് d/2 3/2. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. നിങ്ങൾ എഴുതി കറക്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി കാണാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. 1/4πε0 Q ബൈ സം R³ ഇൻറ്റു R എന്ന് എഴുതി കാണാറുണ്ട് അല്ലേ? ഇത് ആക്ച്വലി വളരെ യൂസ്ഫുൾ സാധനമാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ്ലി എന്തെഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് R³ എന്ന് എഴുതുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? 3/2 വരും. പിന്നെ ആ വെക്ടർ എടുത്ത് ഇവിടെ എഴുതിയാൽ മതി. അതായത് നമ്മൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ 2 സ്റ്റെപ്പ് ചെയ്തു. എന്ത്? R² ഒരു സ്റ്റെപ്പിൽ എഴുതി. ഓക്കെ, R² ഒരു സ്റ്റെപ്പിൽ എഴുതി. ദെൻ R ക്യാപ്പ് വേറൊരു സ്റ്റെപ്പിൽ എഴുതി, അല്ലെങ്കിൽ അതേ സ്റ്റെപ്പിൽ തന്നെ എഴുതി. ദെൻ ഇത് പ്രോഡക്റ്റ് ചെയ്ത് കമ്പൈൻ ചെയ്ത് വേറൊരു സ്റ്റെപ്പും കൂടെ എഴുതേണ്ടി വന്നു. ഓക്കെ, ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് R³ എന്ന് യൂസ് ചെയ്താലുള്ള ഗുണം എന്താ? ഈ കേസിൽ E2 നമുക്കൊന്ന് എഴുതി നോക്കാം. E2 ഈസ് ഈക്വൽ ടു 1/4πε0 മോഡുലസ് R³ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് Z സ്ക്വയർ പ്ലസ് d/2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പം അല്ല, d/2 ഹോൾ റേസ് ടു 1/2 ആണ്. എന്ത് ഇത്? 1/2 ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താവും? 3/2 ആവും. ദെൻ വെക്ടർ R എന്ന് പറയുമ്പം Z ക്യാപ്പ് മൈനസ് d/2 എക്സ് ക്യാപ്പ് എന്ന് കിട്ടും. സോ ഈ ഇക്വേഷൻ വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതുന്ന സമയത്ത് രണ്ടും ഒരേ ഐറ്റം തന്നെയാണ്, പക്ഷേ നമുക്ക് ഇങ്ങനെ ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് E1 കിട്ടി, E2 കിട്ടി. ഇനി ഒന്നുമില്ല, ഇനി ഇത് വെറുതെ അങ്ങ് ആഡ് ചെയ്തോണ്ടാൽ മതി. സോ ലെറ്റ് മീ ടേക്ക് ദാറ്റ് E1. നമ്മുടെ E1 അല്ല, E1 ഒന്നുകൂടെ ഞാൻ എഴുതാം. സോ റൈറ്റ് ബോത്ത്. E1 ഈസ് ഈക്വൽ ടു 1/4πε0 or Q/4πε0 Z ക്യാപ്പ് പ്ലസ് d/2 എക്സ് ക്യാപ്പ്. തെറ്റുണ്ടെങ്കിൽ പറയണേ. Z സ്ക്വയർ പ്ലസ് d/2 ദ ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. Then E2 is equal to Q/4πε0 Z cap minus d/2 x cap divided by Z square plus d/2 the whole square the whole raised to 3/2. Okay, ഇനി എൻ്റെ ഫൈനൽ എന്താണ്? E is equal to E1 plus E2. വെക്ടർ അതേപോലെ തന്നിരിക്കുകയാണ്. ഇനി എനിക്ക് എന്ത് ചെയ്യാം? രണ്ടിനകത്ത് ഈ മാഗ്നിറ്റ്യൂഡ് പാർട്ട് എനിക്ക് രണ്ടിനകത്ത് സെയിം ആണ്, അതെനിക്ക് കോമൺ എടുക്കാം. സോ ഞാൻ എന്തെടുക്കുന്നു? Q/4πε0 ഇൻറ്റു 1/Z സ്ക്വയർ പ്ലസ് d/2 ഹോൾ സ്ക്വയർ. ഓക്കെ, നിങ്ങളിത് d/2 ഇട്ട് ചെയ്യുന്ന ചിലപ്പോൾ ഇത്തിരി പാടായിരിക്കും. d ഇട്ട് ചെയ്ത് 2D എന്നിട്ട് ചെയ്താലും മതി, നമ്മൾ സാറിന് അങ്ങനെ ചെയ്യാറുണ്ട്. ഹോൾ റേസ് ടു 3/2. ഓക്കെ അല്ലേ? ഹോൾ റേസ് ടു 3/2 ഇൻറ്റു ബാക്കി എന്താണ് വരിക? Z ക്യാപ്പ് പ്ലസ് d/2 എക്സ് ക്യാപ്പ് പ്ലസ് Z ക്യാപ്പ് മൈനസ് d/2 എക്സ് ക്യാപ്പ്. ഇവിടെ എന്ത് ചെയ്യും? ഈ എക്സ് കമ്പോണൻസ് രണ്ടും ക്യാൻസൽ ആയിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതെന്ത് വരും? 2 ആവും. ദറ്റ് ഈസ് Q/4πε0 2Z divided by Z square plus d/2 whole raised to 3/2. I think it's correct. So this is the answer. Okay. Yes. Okay. അപ്പം ഇങ്ങനെയാണ് എനിക്ക് ആൻസർ കിട്ടുക.
അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ രണ്ട് എക്സ് ക്യാപ്പ് കമ്പോണൻസുകൾ ക്യാൻസലായി പോകുന്നതായിട്ട് കണ്ടു. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പഴയ രീതിയിൽ നമ്മൾ ചെയ്താൽ കമ്പോണൻറ്റ് വൈസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ദേ ആർ സെപ്പറേറ്റഡ് ബൈ സം ഡിസ്റ്റൻസ്. ഓക്കെ, ദെൻ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഇത് കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ദിസ് ഈസ് മൈ E1. ഇതെന്താണ്? ദിസ് ഈസ് മൈ E2. ഓക്കെ, ദെൻ E1നെ E2നെ ഞാൻ എന്ത് ചെയ്യും? രണ്ട് കമ്പോണൻ്റ് ആക്കും. E1ന് ഇങ്ങോട്ടൊരു കമ്പോണൻറ്റ്, E2ന് ഇങ്ങോട്ടൊരു കമ്പോണൻറ്റ്, ഇതിനും ഇങ്ങോട്ടും ഓരോ കമ്പോണൻസ് ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തും. ദെൻ യൂസിങ് ദാറ്റ് കമ്പോണൻസ് ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ യൂസിങ് ദാറ്റ് കമ്പോണൻസ് ഞാൻ എന്ത് ചെയ്യും? ഈ രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, ഇതിനകത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഒരു ഇത് ഇങ്ങോട്ടും വന്നു, ഇത് ഇങ്ങോട്ടും തമ്മിൽ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ആ ക്യാൻസൽ ആവൽ ഞാൻ ആ ഫിഗർ ഒന്നും ഇല്ലാണ്ട് എന്ത് ചെയ്തു? ഇവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദെൻ ഇസഡ് ക്യാപ്പ്, രണ്ടിൻ്റെയും ഇസഡ് കമ്പോണൻറ്റ് രണ്ടിൻ്റെയും ഉണ്ട്, അത് രണ്ടും കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് റിസൾട്ടൻറ്റ് നേരെ മേളിലോട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഫിഗറൊക്കെ വരച്ചാണ് കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും 2Z by Z ക്യാപ്പ്. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ സഹിതം എനിക്ക് കിട്ടി. ഇസഡ് ക്യാപ്പിലായിരിക്കും അത് ഡയറക്ഷൻ കിട്ടിയത്. നമ്മൾ വരച്ച കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് ഇത് നേരെ മേളിലേക്കായിരിക്കും ഇതിൻ്റെ റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്. സോ ദിസ് ഈസ് മൈ E. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ പ്രോബ്ലം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ഇവിടെ ഒരു d/2 ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താണ്? പ്രോബ്ലത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ദാറ്റ് യുവർ റിസൾട്ട് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് വാട്ട് യു വുഡ് എക്സ്പെക്ട് വെൻ Z ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ D. ഓക്കെ, ഡിയേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ, Z എന്ന് പറയുന്നത് വളരെ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്? ഓക്കെ, ആ ഒരു അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്താൽ ഇത് കറക്റ്റാണോ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് Z. അതായത് ഇതാണല്ലോ നമ്മുടെ D. ഓക്കെ, ഈ ഡിയേക്കാൾ വളരെ കൂടുതലാണ് Z എന്ന് വിചാരിക്കാം. ഓക്കെ, ആ അപ്രോക്സിമേഷൻ ഇതിലേക്ക് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് E ഈസ് ഈക്വൽ ടു Q/4πε0. ഞാൻ ഇതിനകത്തുനിന്നൊരു Z² ഇനി കോമൺ എടുക്കുകയാണ്. അപ്പം 2Z ഡിവൈഡഡ് ബൈ Z² കോമൺ എടുക്കുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? ഓക്കെ, ഒരു Z³ പുറത്ത് വരും അല്ലേ? Z² the whole raised to 3/2. Z² the whole raised to 3/2 ഞാൻ പുറത്തെടുക്കുന്നു. അതായത് പുറത്ത് വരുന്നതായിരിക്കുമല്ലോ. ദാറ്റ് ഈസ് Z³ പുറത്ത് വരും. സോ സം Z³ ഇൻറ്റു Z² ആണ് എടുത്തത്. സോ ദിസ് ഈസ് 1 പ്ലസ് d/2 ബൈ Z. ഓക്കെ, d/2 ബൈ Z the whole square ഇൻറ്റു Z ക്യാപ്പ് എന്ന് വരും. അതായത് d/2 the whole square ബൈ Z². ഓക്കെ, ഇങ്ങനെ എനിക്ക് എഴുതാമല്ലോ. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ ക്യാൻസൽ ഔട്ട്. ദാറ്റ് ഈസ് 2Q/4πε0. ഒരു ഇസഡും ഒരു Z² കൂടെ പോയി. ദാറ്റ് ഈസ് 1 ബൈ Z² ഇൻറ്റു 1 പ്ലസ് d/2 ബൈ Z² എന്നെഴുതാമല്ലോ. ഇനി നമ്മൾ എന്ത് അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ്? Z ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ D എന്ന് പറയുന്ന അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതെന്താവും? ആസ് Z ടെൻസ് ടു വെരി ലാർജ് വാല്യൂ, എനിക്ക് ഈ ടൈമിനെ എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. ഈ ടൈം നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് അപ്രോക്സിമേറ്റ്ലി 1/4πε0 2Q/Z² എന്ന് കിട്ടും. ഇത് കറക്റ്റാണോ എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ല, ഇതിൻ്റെ മീനിങ് എന്താണെന്നാണ് നോക്കുന്നത്. അതായത് ഇവിടെ രണ്ട് ചാർജസ് ഇരിപ്പുണ്ട്. നിങ്ങൾ ഇതിനടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് വെൻ Z ഈസ് കമ്പയറബിൾ വിത്ത് D, അല്ല ഇസഡും D ഏതാണ്ട് ഒരേ റേഞ്ചിൽ വരുന്ന സമയത്ത് എനിക്ക് എന്തായിരിക്കും? ഇക്വേഷൻ ഇതായിരിക്കും. പക്ഷേ ഇവിടുന്ന് ഞാൻ ഇസഡിനെ പിക്ക് ചെയ്ത് എവിടെ കൊണ്ടുവയ്ക്കുന്നു? ഇങ്ങ് കൊണ്ടുവയ്ക്കുന്നു. സോ നിങ്ങൾ ദൂരേക്ക് പോകുന്നതനുസരിച്ച് ഈ രണ്ട് ചാർജും കൂടെ കളക്റ്റീവായിട്ടൊരു സിംഗിൾ ചാർജായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഇത് പ്ലസ് Q, ഇത് പ്ലസ് Q, ടോട്ടൽ എന്താണ്? 2Q. അപ്പോൾ നിങ്ങൾ വളരെ ദൂരെ പോകുന്ന സമയത്ത് രണ്ട് ഇൻഡിവിജ്വൽ ചാർജസ് നിങ്ങൾക്ക് ഒരു സിംഗിൾ പോയിൻറ്റ് ചാർജ് 2Q ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2Q കാരണമുള്ള ഫീൽഡ് എന്താണ്? ഇത് ഈ ഡിസ്റ്റൻസ് Z ആണ്. ഇവിടെ ടോട്ടൽ ചാർജ് 2Q ആണെങ്കിൽ 1/4πε0 2Q/Z². ദിസ് ഈസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ്. വി ഗോട്ട് ദ റിസൾട്ട് ഓൾസോ. ഓക്കെ, ആ അപ്രോക്സിമേഷനിൽ ആ റിസൾട്ടും കിട്ടി. ഇത്രയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും, പക്ഷേ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കുക. റിപ്പീറ്റ് പാർട്ട് A, ഓൺലി ദിസ് ടൈം മേക്ക് ദ റൈറ്റ് ഹാൻഡ് ചാർജ് -Q ഇൻസ്റ്റെഡ് ഓഫ് +Q. സിംപ്ലി എന്താണ്? ഡൈപോളിൻ്റെ ഡെറിവേഷൻ ചെയ്യുക എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ
സോ കഴിവതും ഡെറിവേഷൻസ് ഒക്കെ ചോദിക്കുമ്പം ഇത് ഈ കൈൻഡ് ഓഫ് ഡെറിവേഷൻസ് എഴുതി വെക്കുക, അതായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ പ്ലസ് ക്യൂ ചെയ്തെങ്കിൽ ഇത് പ്ലസ് ക്യൂ മൈനസ് ക്യൂ ആക്കി ചെയ്യുക. ആ സമയത്ത് അതിനകത്ത് ഒറ്റ വ്യത്യാസമേ വരത്തുള്ളൂ. അതായത് രണ്ടാമത്തെ E2 എഴുതുന്ന സമയത്ത് നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും, E2വിനകത്തെ ചാർജ് എന്താവും, ഇവിടെ ഒരു മൈനസ് സൈനും കൂടെ കയറി വരും. ഈ മൈനസ് സൈൻ കയറി വരുമ്പോൾ ഞാൻ വേറൊരു കളറിൽ എഴുതാം. ഇവിടെ ഒരു മൈനസ് കയറി വരുമ്പോൾ ആ മൈനസ് ഇതിനെ എന്ത് ചെയ്യും, മൈനസ് ഇസഡ് ക്യാപ്പ് പ്ലസ് D/2 എന്നാവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇസഡ് ക്യാപ്പ് രണ്ടിനകത്തേയും ക്യാൻസലായി പോവും. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് രണ്ടും ആഡ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഫോർ എ ഡൈപോൾ. അതായത് ഡൈപോളിൻ്റെ കേസിൽ ഒരു ഫീൽഡ് ഇങ്ങോട്ടുണ്ട്, ഇത് കാരണമുള്ള ഫീൽഡ് ഇങ്ങോട്ടുണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് മാത്രം സം ചെയ്യപ്പെടും, വെർട്ടിക്കൽ കമ്പോണൻസ് രണ്ടെണ്ണം ക്യാൻസലാവും. അത് ഈ മൈനസ് സൈൻ അതിനകത്ത് കയറുമ്പം സാധനം കറക്റ്റ് ആയിക്കോളും. അത് നിങ്ങൾ ഇതേ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ ക്ലാസ് ചെയ്യുന്നില്ല. സോ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഇപ്പോഴും നമ്മൾ ഗോസസ് ലോ പ്രോബ്ലംസിലേക്ക് പോയിട്ടില്ല, പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് നല്ല പുറകെ പോവാം. ഓക്കെ, ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഇസഡ് എബവ് ദ. ഈ കഴിഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത കുറച്ചുകൂടെ പ്രശ്നമാണ്. പ്രശ്നമൊന്നുമില്ല, കുറച്ച് ഓക്കെ. അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് എ ഡിസ്റ്റൻസ് ഇസഡ് അബവ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് 2L. ഓക്കെ, 2L ലെങ്ത് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റിന് മുകളിൽ മിഡ് പോയിൻറ്റിന് മുകളിലുള്ള ഇത് കണ്ടുപിടിക്കുക. അതിൻ്റെ ലാംഡയാണ് അതിൻ്റെ യൂണിഫോം ചാർജ് ലൈൻ ചാർജ് ഡെൻസിറ്റി എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ഈ ലൈനിൽ നിന്ന് എത്രയാണ് ഇതിൻ്റെ ലെങ്ത് 2L എന്ന് തന്നിട്ടുണ്ട്. അതെന്തായാലും സന്തോഷമായി. സോ ഇറ്റ്സ് ലെങ്ത് ഈസ് 2L ലെങ്ത് ആണ്. അതിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് ഇസഡ് അബവ്. ഓക്കെ, സോ ഇസഡ് അബവ് ആയിട്ടുള്ളൊരു പോയിൻ്റ് വേണം. ഓക്കെ, അപ്പോൾ ഇസഡ് അബവ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ജസ്റ്റ് ഒരു ലൈനാണ്. അപ്പം നിങ്ങൾ ലൈനിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ നിങ്ങൾ പഠിച്ചത് ഗോസസ് ലോ വെച്ചിട്ടാണ്. ആ ലൈനിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റ്ലി ലോങ് വയർ. ഓക്കെ, ഇവിടെ ഇൻഫിനിറ്റ്ലി ലോങ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇറ്റ്സ് എ ഫൈനൈറ്റ്ലി ലോങ്. ഓക്കെ, നമ്മൾ ഗോസസ് ലോ വരുമ്പോൾ പഠിക്കും വൈ വി ആർ ഓൾവേസ് ടേക്കിംഗ് ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് എന്ന് പറയുന്ന ടേം എന്തിനാണെന്ന്, അല്ലേ? അത് നമുക്ക് അവിടെ വരുമ്പോൾ പറയാം. ഇൻഫിനിറ്റ്ലി ലാർജ് ഷീറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതെന്താണ്, ദിസ് ഈസ് എ ഫൈനൈറ്റ് ലെങ്ത് ഉള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നമുക്ക് ഗോസസ് ലോ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മാനുവലി ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടി ചെയ്യുന്ന ഒരു ആക്സിസ് ഒക്കെ സെറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് മൈ പോസിറ്റീവ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് മൈ പോസിറ്റീവ് ഇസഡ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചാർജ് ഒരു പോയിന്റിലല്ല ഇരിക്കുന്നത്, അതായത് ഓവർ ദിസ് ലൈൻ വിത്ത് ലാംഡ ചാർജ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ചെയ്യാൻ പോകുന്ന പരിപാടി ഇവിടെയും. ഓക്കെ, അപ്പം ഇത് ഞാൻ ഗ്രാഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻ്റ് എന്തായിരിക്കും, ഇത് -L ആയിരിക്കും, ഇത് +L ആയിരിക്കും. ഞാൻ ഇതിനെ ഒറിജിൻ എന്ന് സെറ്റ് ചെയ്താൽ ഇത് +L ഇത് -L ആയിരിക്കുമല്ലോ. സോ ഈ ഡിസ്റ്റൻസ് -L +L എന്ന് വരും. ഞാൻ ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഒരു സെഗ്മെൻറ്റ് എടുക്കും. ഓക്കെ, ഓഫ് തിക്നെസ് dx തിക്നെസ് ഉള്ള ഒരു സെഗ്മെൻറ്റ് എടുക്കുന്നു, വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ ഒറിജിൻ. ഓക്കെ, x ഡിസ്റ്റൻസിൽ ഒരു പോയിൻ്റ് ഞാനിങ്ങനെ കൺസിഡർ ചെയ്യുന്നു. അതേപോലെ റൈറ്റിലേക്കും x ഡിസ്റ്റൻസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ സെഗ്മെൻറ്റ് എടുക്കുന്നു, ദാറ്റ് ഈസ് dx, ഒരു ലൈൻ എലമെൻറ്റ് എടുക്കും dx. അപ്പോൾ എനിക്ക് 2 ലൈൻ എലമെൻറ്റ്സ് കിട്ടി. ഓക്കെ, അതിനകത്ത് ആദ്യത്തേത് കൺസിഡർ ചെയ്യാം. അപ്പം dx എന്ന് പറയുന്ന ലൈൻ എലമെൻറ്റിൽ, ഓക്കെ, ലെറ്റ് ഇമാജിൻ ദർ ഇസ് എ ചാർജ് dq ഉണ്ടെന്ന് വിചാരിക്കും. അതിനകത്ത് ചാർജ് dq ആണ്. സോ ആ dq എന്ന് പറയുന്നത് എന്തായിരിക്കും, dq ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു dx ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു നമുക്കറിയാം dq ബൈ
ഡി എക്സ് ആണ്, അല്ലെങ്കിൽ ആ ലെങ്ത് ആണ്. സോ ലാംഡ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ക്യൂ ആണ്. അല്ല, ചാർജ് ലാംഡ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ഇൻറ്റു ലെങ്ത് എന്ന് പറയുമ്പോൾ ചാർജായി. ഓക്കെ, സോ അതെനിക്ക് കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡി ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഫസ്റ്റ് ഡി ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ ഈ ഡി ക്യൂ കാരണം ഇങ്ങോട്ട് എനിക്കൊരു ഇത് വരയ്ക്കാമല്ലോ. സോ ഐ ക്യാൻ ഡ്രോ സംതിങ്. ഓക്കെ, ഇതാണ് എൻ്റെ ആർ വെക്ടർ. ഈ ആറ് വേരിയബിളാണ്, ഇതിനെ ഞാൻ R1 എന്ന് വിളിക്കുന്നു. സോ ഡി എക്സ് കാരണമുള്ള ഒരു R1 വെക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അത് മാർക്ക് ചെയ്തു. ഇനി ഈ ഡി എക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഡി ക്യൂ എന്ന് പറയുന്ന ചാർജിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? സോഴ്സ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതേതാണ്? ഇതായിരിക്കും. ഓക്കെ, അതിനെ ഞാൻ R1 ഡാഷ് എന്ന് എഴുതുന്നു. ഇതെന്താണ്? എൻ്റെ R ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദി സ്മോൾ ലൈൻ എലമെൻറ്റ്, അതിനെ ഞാൻ സം ഡി ഇ എന്ന് വിളിക്കുകയാണ്. സോ ഡി ഇ ഈസ് ഈക്വൽ ടു, ഓക്കെ, സം ഡി ഇ ഈസ് ഈക്വൽ ടു ഡി ഇ ഈസ് ഈക്വൽ ടു 1/4πε0. എന്താണ് അവിടുത്തെ ചാർജ് എന്ന് പറയുമ്പോൾ ഡി ക്യൂ ആണ്. സോ ഡി ക്യൂ ഡിവൈഡഡ് ബൈ R1, ഞാൻ ഈ രീതിയിൽ എഴുതാണ്, R1 ക്യൂബ് ഇൻറ്റു R1 എന്നെനിക്ക് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? R1നെയും R1 ക്യൂബിനെയൊക്കെ മാറ്റണം. സോ R1 എന്താണ്? സോ R1 ഈസ് ഈക്വൽ ടു R മൈനസ് R ഡാഷ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു R എന്താണ്? Z ക്യാപ്. സോ Z ക്യാപ് മൈനസ് ഇതെന്താണ്? മൈനസ് എക്സ് ക്യാപ്പാണ് അല്ലേ? ഇത് എലോങ് ദ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇവിടം വരെ ഉള്ള എടുത്താൽ മതി, എല്ലൊന്നും വേണ്ട. നമ്മൾ ഈ ചെറിയ ലൈൻ എലമെൻറ്റ് കാരണമുള്ള ഇത് മാത്രമാണ് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് മൈനസ്. സോ ഇതെന്താവും? പ്ലസ് എക്സ് ക്യാപ്പ്. സോ ഐ ഗോട്ട് R1 എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. അപ്പോൾ എനിക്ക് ഇനി അതെന്ത് ചെയ്താൽ മതി? ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 ഡി ക്യൂവിന് വരെ എനിക്ക് എന്ത് കൊടുക്കാം? ലാംഡ ഡി എക്സ് എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ R1ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R1ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പം Z² പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2, പിന്നെ ഈ 3 കൊണ്ടുണ്ട്. സോ 3/2 ഇൻറ്റു R1 എന്ന് പറയുമ്പം Z ക്യാപ്പ് പ്ലസ് എക്സ് ക്യാപ്പ് കഴിഞ്ഞു. ദിസ് ഈസ് മൈ ഡി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അതേപോലെ സിമെട്രിക്കലി ഞാൻ ഇവിടെയും ഒരു ലൈൻ സെഗ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ലൈൻ സെഗ്മെൻറ്റ് ഡി എക്സ് കാരണമുള്ള ഫീൽഡാണ് ഇനി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതിനകത്ത് എന്ത് വരും വ്യത്യാസം? നമുക്കൊന്ന് എഴുതി നോക്കാം. അതും കൂടെ ഇതിനെ ഞാൻ D1 എന്ന് എഴുതാം. ഓക്കെ, D1. സോ അടുത്തത് എഴുതുന്ന സമയത്ത് ഡി ഇ ഈസ് ഈക്വൽ ടു 1/4πε0. അഗെയിൻ ഇറ്റ് ഈസ് ഡി ക്യൂ. സോ ഡി ക്യൂ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വേണം? ഈ വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം, R2. ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? R2 എന്ന് വിളിക്കുന്നു. അതിങ്ങോട്ടാണ്. ഇത് നമ്മുടെ ഏത് വെക്ടർ? നമ്മുടെ റൈറ്റിലേക്കുള്ള സോഴ്സ് വെക്ടർ. അപ്പോൾ സോഴ്സ് വെക്ടർ എന്ന് പറയുന്നത് ഇവിടെ നോക്കാം, R2 ഡാഷ് ഈസ് ഈക്വൽ ടു പ്ലസ് എക്സ് ക്യാപ്പാണ്. ദെൻ R ഈസ് ഈക്വൽ ടു, ഓക്കെ, ആറിനെ എഴുതണ്ടല്ലോ, അവിടെ എഴുതിയിട്ടുണ്ട്, അതേ R തന്നെയാണ്. സോ സിംപ്ലി R2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? R മൈനസ് R ഡാഷ്, ദാറ്റ് ഈസ് Z ക്യാപ്പ് മൈനസ് എക്സ് ക്യാപ്പ് എന്ന് കിട്ടും. സോ ഇവിടെ എന്ത് വരും? Z² പ്ലസ് x² ദ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു ഇത് കൊടുത്താൽ മതി, Z ക്യാപ്പ് മൈനസ് എക്സ് ക്യാപ്പ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ D1 D2 ഞാൻ കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത്, അതായത് നിങ്ങൾ ഏത് ഇപ്പം 2 എലമെൻ്റ് എടുത്തിട്ടുള്ളൂ. എനിക്കിനി ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു എലമെൻ്റ് എടുക്കാം, ഇവിടുന്ന് ഒരെണ്ണം എടുക്കാം, ഇവിടുന്ന് ഒരെണ്ണം എടുക്കാം, ഇവിടുന്ന് ഒരെണ്ണം എടുക്കാം. അപ്പം അതായത് ലെഫ്റ്റിലേക്ക് നിങ്ങൾ ഓരോന്ന് എടുക്കുമ്പോഴും അതേപോലെ തന്നെ നിങ്ങൾക്ക് റൈറ്റിലേക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈക്വലായിട്ട് എടുക്കാൻ പറ്റും. കാരണം ഇതിനൊരു നമ്മൾ ഈ സെൻറ്ററിൽ വെച്ചിട്ടൊരു സിമെട്രി ഉണ്ട് അല്ലേ? ആ രീതിയിലാണ് ഞാൻ ഒറിജിൻ സെറ്റ് ചെയ്തത്. പക്ഷേ ഇതല്ലാതുള്ള പ്രോബ്ലംസ് വരും, അത് നമുക്ക് ചെയ്യണം. അപ്പോൾ വേറൊരു രീതിയിലാവുന്നേ ഉള്ളൂ, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. സോ എനിവേ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഡി എക്സ് ഉണ്ട്, അതേപോലെ എനിക്കൊരു ഡി എക്സ് ഇവിടെ എടുക്കാം. അതാണ് നമ്മുടെ DE1 കറസ്പോണ്ടിംഗ്ലി ഉള്ള DE2 രണ്ടും എന്താണ്?
ഈക്വൽ ഡിസ്റ്റൻസിലാണ് വിടുന്നത്. അപ്പം എനിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവർ തമ്മിൽ ആഡ് ചെയ്യുന്നു, സം ഡി ഇ കാൽക്കുലേറ്റ് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു DE1 പ്ലസ് DE2. ഇത് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണ്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പാർട്ടുകളെല്ലാം സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ പാർട്ടിൽ വരുമ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് പാർട്ട് സെയിം ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇസഡ് എക്സും വരും അതിനകത്ത്. എനിവേ ഓക്കെ, നോ പ്രോബ്ലം. അല്ല, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ ഇസഡ് ക്യാപ്പ് മൈനസ് എക്സ് ക്യാപ്പ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഇസഡ് ക്യാപ്പ് പ്ലസ് എക്സ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്ത് ക്യാൻസലായി പോവും, എക്സ് ക്യാപ്പ് ടേംസ് ക്യാൻസലായി പോവും. സോ എനിക്ക് എന്തെഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു 1/4πε0 dq പകരം ലാംഡ dx ഡിവൈഡഡ് ബൈ z² പ്ലസ് x² ദ ഹോൾ റൈസ് ടു 3/2 ഇൻറ്റു ഇസഡ് ക്യാപ്പിൻ്റെ രണ്ട് ടേമുകൾ. സോ ഇസഡ് ക്യാപ്പ് എന്ന് എനിക്ക് ഡി കിട്ടും. പകുതി വഴിയായി. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഓരോന്നെടുത്ത് ഞാൻ ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ടോട്ടൽ ഇ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ഇ എന്നെനിക്ക് എഴുതാം. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഡി ഇ ഇതെവിടെ നിന്ന് എവിടെ വരെ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ചെയ്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ എന്ത് പറയേണ്ടി വരും, -L മുതൽ +L വരെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണ്ടേ, വേണ്ട. കാരണം എന്താണ്, നിങ്ങൾ 0 to L ചെയ്താൽ മതി. അതായത് ഇവിടെ നിന്ന് ഒരു പീസ് എടുത്തു, അതിന് കറസ്പോണ്ടിങ്ങിൽ ഇവിടുന്ന് ഒരെണ്ണം എടുത്ത് ആഡ് ചെയ്തിട്ടാണ് ഞാനിത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഓരോന്ന് എടുക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി തന്നെ ഇവിടുത്തെ ഒരെണ്ണം വന്ന് കയറിക്കോളും. കാരണം എന്താ, അതിൻ്റെ സമ്മാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. സോ എനിക്ക് ഈ ഇൻ്റഗ്രലിനെ എങ്ങനെ എഴുതാം, -0 to L d ചെയ്താൽ മതി. സോ ഇൻ്റഗ്രൽ 0 to L 1/4πε0 ലാംഡ dx ബൈ ഇൻറ്റു 2z ക്യാപ്പ്. ഒന്നുകൂടെ ഭംഗിയായിട്ട് നമുക്ക് എഴുതാം, z² പ്ലസ് x² ദ ഹോൾ റേസ് ടു 3/2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു പുറത്തെടുക്കാൻ പറ്റുന്നവരൊക്കെ അങ്ങ് പുറത്തെടുക്കാം. 2λ/4πε0 എനിക്ക് പുറത്തെടുക്കാം. ഓക്കെ, ബാക്കി ഇനി ഒരു എന്തെങ്കിലും നോക്കാം. ബാക്കിയുള്ളവരെല്ലാം കൂടെ അകത്തെഴുതുന്നു. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to L ഇസഡും ഞാനിനി പുറത്തെടുക്കുകയാണ്. സോ ഇസഡ് പുറത്തെടുക്കാം, കാരണം ഇസഡ് ഫിക്സ്ഡ് ആണ്, ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയുമ്പം സം dx ഉണ്ട്, ഒരു ഇസഡ് ക്യാപ്പ്. സോ ഇസഡ് ക്യാപ്പ് ഞാൻ പുറത്തെടുക്കുന്നില്ല. ആക്ച്വലി ഈ കേസിലെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലായിടത്തും നിങ്ങൾ യൂണിറ്റ് വെക്ടറിനെ പുറത്തെടുത്ത് ശീലിക്കാൻ പാടില്ല. സോ dx ഇൻറ്റു ഇസഡ് ക്യാപ്പ് 2z പുറത്തെടുത്തു, ലാംഡ 4πε0 സം z² പ്ലസ് x² ദ ഹോൾ റൈസ് ടു 3/2. ഈ സാധനത്തിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത പണി. ഓക്കെ, ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇത് എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ എഗെയിൻ നമ്മുടെ അതേ ട്രയാങ്കിളിലേക്ക് തിരിച്ചു പോവാം. ട്രയാങ്കിൾ ഇങ്ങനെയാണ്, സോറി 2 പോയിൻ്റ് അല്ല, ആ ഫിഗർ തന്നെ എടുക്കാം. സോ ഇതാണ് നമ്മുടെ ഫിഗറിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് തീറ്റ ഡിഫൈൻ ചെയ്യുന്നു. ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ. ഓക്കെ, ഈ ആംഗിളിനെ തീറ്റ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്ന് ടാൻ തീറ്റ നിങ്ങൾക്ക് എന്ത് എഴുതാം, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് എക്സ് ബൈ ഇസഡ് എന്ന് കൊടുക്കും. ഓക്കെ, സോ ഇവിടെ നിന്ന് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ഇസഡ് എന്ന് കൊടുക്കാം. ഓർ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് ടാൻ തീറ്റ എന്ന് കൊടുക്കും. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ x as z tan theta and dx as z into tan theta യുടെ sec square theta d theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു z² വേണമെങ്കിൽ കോമൺ എടുക്കാം. അപ്പോൾ 1 + x² / z² എന്നാവും. ദെൻ എക്സിന് പകരം ഇസഡ് ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ z² tan square തീറ്റ എന്ന് വരും, 1 + tan square തീറ്റ വരും. അത് sec² തീറ്റ ആവും, അതിൻ്റെ ക്യൂബ് sec³ തീറ്റ എന്ന് വരും. ഓക്കെ, ചെയ്യാം നമുക്ക്. ഓക്കെ, കുഴപ്പമില്ല. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലായോ. ടാൻ തീറ്റ ആ ഫിഗറിൽ നിന്ന് x/z എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇൻ്റഗ്രേഷനേ ഉള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2λz/4πε0 ഇൻറ്റു ഇതിനകത്തുനിന്നൊരു z² ഇഞ്ഞ് കോമൺ എടുത്തു കഴിഞ്ഞാൽ അത് പുറത്ത് വരുമ്പോൾ എന്താവും, z³ ആവും. സോ താഴെ ഒരു z³ വരും. ഇൻ്റഗ്രൽ 0 to L
dx divided by 1 plus x square by z square the whole raised to 3 by 2 into z cap. ഒന്ന് ശ്രദ്ധിച്ചോണേ, തെറ്റാൻ സാധ്യതയുണ്ട്. സോ 2 lambda by 4 pi epsilon 0 z square into ഇൻ്റഗ്രൽ 0 to ലിമിറ്റ് മാറ്റണ്ട, ലിമിറ്റ് ഇൻ്റഗ്രലിൽ നിന്ന് മാത്രം ഇട്ടാൽ മതി. ആക്ച്വലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ലിമിറ്റ് മാറ്റണം, പക്ഷേ അവസാനം നമ്മളിത് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ ലിമിറ്റ് കൊടുക്കത്തുള്ളൂ, അതുകൊണ്ട് ആ പ്രശ്നം വരത്തില്ല. ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് സീക്ക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സിന് പകരം ഇസഡ് ടാൻ തീറ്റ. സോ ഇസഡ് സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ ഹോൾ റേസ് ടു 3 by 2 ഇൻറ്റു ഇസഡ് ക്യാപ്പ്. ആ ഇസഡ് ക്യാപ്പ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എടുത്ത് പുറത്തിട്ടു. സോ 2 lambda by 4 pi epsilon 0 ഒരു ഇസഡും ഈ ഇസഡും ഒരു ഇസഡും കൂടെ ക്യാൻസലായി. സോ ദാറ്റ് ഈസ് ബിക്കം ഇസഡ് ക്യാപ്പ് ബൈ ഇസഡ് ഇൻ്റഗ്രൽ ഇതെന്ത് വരും, സീക്ക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ ഉണ്ട്, സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഇത് ഇസഡ് സ്ക്വയർ ക്യാൻസലായി. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ സീക്ക് സ്ക്വയർ തീറ്റ. സോ സീക്ക് സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു 3 by 2. അപ്പോൾ ഈ 2 ഉം 2 ഉം പോയി സീക്ക് ക്യൂബ് തീറ്റ എന്ന് വരും. സീക്ക് ക്യൂബ് തീറ്റ ഡി തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 2 lambda by 4 pi epsilon 0 ഇസഡ് ക്യാപ്പ് ബൈ ഇസഡ് ഇൻറ്റു ഇൻ്റഗ്രൽ ഇത് സീക്ക് സ്ക്വയർ തീറ്റ ഒരു സീക്ക് തീറ്റ 1 by സീക്ക് തീറ്റ കോസ് തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇങ്ങനെ വരും. So 2 lambda by 4 pi epsilon 0 z cap divided by z. അപ്പോൾ കോസ് തീറ്റ ഡി തീറ്റ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, സൈൻ തീറ്റ. സോ സൈൻ തീറ്റ ബിറ്റ്വീൻ ദ ലിമിറ്റ്സ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് 2 lambda by 4 pi epsilon 0 z cap by z സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആ ഫിഗറിലേക്ക് വീണ്ടും പോവുക, അതിനകത്തുനിന്ന് സൈൻ തീറ്റ എഴുതാൽ മതി. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്താണ്, എക്സ് ആണ്. ഓക്കെ, സോ എക്സ് ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും അല്ലേ. എക്സ് ഡിവൈഡ് ബൈ ഈ സൈഡ് എന്നല്ലേ വരിക, R2 ഈ സൈഡ് അല്ലെ, R1 R1ഉം മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ്. സോ നമുക്ക് എന്തെഴുതാം, എക്സ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ് ഫ്രം 0 to L. അതായത് ലിമിറ്റിനെ ഞാൻ തിരിച്ച് വീണ്ടും എല്ലിൽ കൊണ്ടുവന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 lambda by 4 pi epsilon 0 ഇസഡ് ക്യാപ് ഡിവൈഡ് ബൈ ഇസഡ് ഇൻറ്റു എല്ല് കൊടുക്കുന്ന സമയത്ത് ഇതെന്താവും, ദാറ്റ് ഈസ് എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്ന് കിട്ടും. 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയിരിക്കും. സോ 2 lambda L ബൈ ഓക്കെ. ഇനി നമ്മളൊരു അപ്രോക്സിമേഷനോട് കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് ഇതിനകത്തുനിന്ന് ഒരു സോ കറക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് 2 lambda 4 pi epsilon 0 z ഇൻറ്റു ഇസഡ് ക്യാപ്. ഇതിനകത്തുനിന്ന് ഞാൻ ഇസഡ് സ്ക്വയറിനെ ഇങ്ങനെ പുറത്തെടുക്കുകയാണ്. ഓക്കെ, ഇസഡ് സ്ക്വയറിനെ പുറത്തെടുക്കുമ്പോൾ അത് ഇസഡായിട്ട് പുറത്ത് വരും അല്ലേ. യെസ്, എൽ എന്ന് പറയുന്നത് ലെങ്ത് അല്ല, ഞാൻ എല്ലിനെ പുറത്തെടുക്കുകയാണ്. സോ എല്ല് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതെന്താവും, എൽ ഡിവൈഡഡ് ബൈ എല്ല് ഇതിനകത്തുനിന്ന് എൽ സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പുറത്തൊരു എല്ല് വരും ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ എൽ ആൻഡ് എൽ സെക്കൻഡേ. So that is 2 lambda L divided by 4 pi epsilon 0 z. 2 lambda L divided by 4 pi epsilon 0 into ഒരു സെക്കൻഡ്
1 by z into root of z square plus l square. ഇതായിരുന്നു എൻ്റെ പഴയ ടൈം അല്ലേ? കറക്റ്റാണ്. ഓക്കെ ഫൈൻ, മിസ്റ്റേക്ക് ഒന്നുമില്ല. സോ ഇതിനകത്തുനിന്ന് സോ ദിസ് ഈസ് മൈ ആൻസർ. നമുക്ക് ഇത് പിന്നെ ചെയ്യാം. ഒരു സെക്കൻഡ്, കോമൺ എടുക്കുന്ന പിന്നെ ചെയ്യാം. ഓക്കെ, എൻ്റെ ആൻസർ 2 lambda l in by 4 pi epsilon 0 1 by z into z root of z square plus l square എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തി. ഓക്കെ, ദിസ് ഈസ് മൈ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഓക്കെ, ഇതാണ് എക്സാക്റ്റ് ആൻസർ. അതായത് ഇവിടെ ഒരു ലെങ്ത്ത് 2l ലെങ്ത്തുള്ള ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ, ഒരു ചാർജ്ഡ് വയർ ഉണ്ടെങ്കിൽ, ആ ചാർജ്ഡ് വയറിൻ്റെ ഓക്കെ ഇസഡ് ഡിസ്റ്റൻസ് എബവ് ഉള്ള പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അപ്പം ഇതാണ് ആക്ച്വലി ഒരു ഫൈനൈറ്റ് ലെങ്ത്ത് 2l ആണെങ്കിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഒന്ന് മോഡിഫൈ ആണ്. അതായത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ ആണെങ്കിൽ, ഓക്കെ, ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത് നമ്മൾ പണ്ട് ഗോസസ് ലോ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഓക്കെ, രണ്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഒന്ന്, നമ്മൾ L ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കണം. ആൻഡ് അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? L വലുതാവുന്നതനുസരിച്ച് ഇസഡ് എന്ന് പറയുന്നത് വെരി മച്ച് ലെസ് ദാൻ L എന്ന് പറയുന്ന കണ്ടീഷൻ കൂടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോറി 1 സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന അപ്രോക്സിമേഷൻ ആദ്യം ചെയ്യുന്നത് ഇസഡ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ L എന്ന് പറയുന്ന അപ്രോക്സിമേഷനകത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് 2 lambda L ഡിവൈഡഡ് ബൈ 4 pi epsilon. നമ്മൾ കണ്ടീഷൻസ് ആദ്യത്തെ അപ്രോക്സിമേഷൻ ഇതാണ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്ന സമയത്ത് 1 by z, ഇതിനകത്തുനിന്ന് ഒരു z സ്ക്വയർ പുറത്തെടുക്കുന്നു. 1 by z സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് L സ്ക്വയർ ബൈ z സ്ക്വയർ എന്ന് വരും. സോ ഇതെന്തായി? ഓക്കെ, നമ്മൾ രണ്ട് അപ്രോക്സിമേഷൻസ് എടുക്കുകയാണ്. ഒന്നാമത്തെ അപ്രോക്സിമേഷനാണ് ഞാൻ ഈ പറയുന്നത്, ദാറ്റ് ഈസ് ഇസഡ് ഈസ് ഗ്രേറ്റർ ദാൻ L. ഇത് ഓരോന്ന് കൊടുക്കുന്നതിന് ഓരോ ഉദ്ദേശമുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എടുക്കുന്നു. ദാറ്റ് ഈസ് 2 lambda L ഡിവൈഡഡ് ബൈ 4 pi epsilon 0 1 by z സ്ക്വയർ. ഓക്കെ, ഇനി നോക്കുക, വെൻ ഇസഡ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ L, ഫസ്റ്റ് അപ്രോക്സിമേഷൻ ആയിട്ട് ഇതിനെ എഴുതിക്കോ. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് L സ്ക്വയർ ബൈ z സ്ക്വയറിനകത്ത് ഈ ടൈം എന്താവും? 0 ആവും. ഓക്കെ, ആ ടൈം 0 ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കുമല്ലോ. ദാറ്റ് ഈസ് 1 by 4 pi epsilon 0 2 lambda L by z സ്ക്വയർ. ഓക്കെ, അപ്പം ഇതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടം വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ചെയ്തത് ഒരു അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ്. എന്താണ്? ഇസഡ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ L എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അതായത് ഇവിടെ എൻ്റെ L2l ലെങ്ത്തുള്ള വയറുണ്ട്, അതിൽ നിന്ന് വളരെ ദൂരെ മാറി നിന്ന് നോക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് അസ്യൂം ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞു, വളരെ ദൂരെ നിൽക്കുന്ന സമയത്ത് ഇതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും അത് പോയിൻ്റായിട്ട് എനിക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം പോയിൻ്റായിട്ട് അസ്യൂം ചെയ്യുമ്പം 2l ലെങ്ത്തിനകത്ത് എത്ര ചാർജ് ഉണ്ടാവും? 2l ഇൻറ്റു ലാംഡ. സോ ഈ ചാർജ് Q ഈസ് ഈക്വൽ ടു 2l ലാംഡ ആവും, വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഇസഡ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 Q, ദാറ്റ് ഈസ് 2l ലാംഡ ഡിവൈഡഡ് ബൈ z സ്ക്വയർ. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഒരു അപ്രോക്സിമേഷൻ. ആ അപ്രോക്സിമേഷൻ അനുസരിച്ച് എനിക്ക് കിട്ടിയ ആൻസർ കറക്റ്റാണ്. കണ്ടോ? 2l ലാംഡ ബൈ, അതായത് വയർ ഫൈനൈറ്റ് ആണ്. ഓക്കെ, ബട്ട് ദ ഡിസ്റ്റൻസ് ഈസ് വെരി ലാർജ്. ഓക്കെ, ആ കണ്ടീഷനകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് തന്നെയാണ്. അതായത് അവിടെ ഒരു പോയിന്റ് ചാർജ്, ആക്ച്വലി പോയിന്റ് ചാർജസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് പണ്ട് +2 പഠിച്ച പോലെ, +1 പഠിച്ച പോലെ എന്താണ് ഒബ്ജക്റ്റ് ഡീൽ ചെയ്യുന്ന സൈസുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ ഒരു കാർ ഓടുന്നത് 100 കിലോമീറ്റർ ആണെങ്കിൽ കാർ ഈസ് എ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന പോലെയാണ് ഈ കാര്യം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ചാർജായിട്ട് മാറും വെൻ ഇസഡ് ഈസ് വെരി ലാർജ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് ഇതേ സാധനത്തിൽ നിന്ന് അടുത്ത അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ്. ആ ഇക്വേഷൻ ഒന്നും എഴുതാം. ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 2 lambda L ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? ഇസഡ് ഇൻറ്റു റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ പ്ലസ് L സ്ക്വയർ. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ല അപ്രോക്സിമേഷൻ എന്ന് എനിക്ക് വിളിക്കാം. ദാറ്റ് ഈസ് ഫോർ ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ.
ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എൽ ടെൻസ് ടു ഇൻഫിനിറ്റി. കഴിഞ്ഞു, ഇതും കൂടെ ഉള്ളൂ. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് തീരും. സോ 1/4πε0 2 ലാംഡ എൽ ഡിവൈഡഡ് ബൈ ഇസഡ് ഉണ്ട്. അപ്പം എൽ ആണ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യുന്നു, എൽ സ്ക്വയറിനെ പുറത്തെടുക്കുന്നു. അപ്പോൾ എന്ത് വരും, എൽ സ്ക്വയർ പുറത്ത് വരുമ്പോൾ എൽ എന്ന് വരും, ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ആസ് എൽ ടെൻസ് ടു ഇൻഫിനിറ്റി ഇസഡ് സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്താവും, ടെൻസ് ടു 0 എന്നാവും. അപ്പോൾ ഈ ടൈം എന്തായി, ഇസഡ് സ്ക്വയർ ബൈ എൽ സ്ക്വയർ 0 ആയിട്ട് മാറുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 2 ലാംഡ എൽ ഡിവൈഡഡ് ബൈ ഇസഡ് ഇൻറ്റു എൽ എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലും എല്ലും ക്യാൻസൽ ആവും. സോ യു ഗെറ്റ് സംതിങ് കോൾഡ് 1/4πε0 2 ലാംഡ ബൈ ഇസഡ് എന്ന് കിട്ടും. സോറി, 4πε0. സേ ഇതാണ് എന്ത്, ഇ അറ്റ് ഇ ഫോർ എ ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്ടർ ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചെയ്യും. ഓക്കെ, ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ഇതെടുക്കുന്നു. ഇത് അറ്റ് എ ഡിസ്റ്റൻസ്, ഈ വയറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇസഡ് ആണെന്നാണ് വിളിച്ചത്. അപ്പോൾ ഇസഡ് ആണെങ്കിൽ ഇതിൻ്റെ ഈ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2πz ഇൻറ്റു ദ ലെങ്ത്. ഓക്കെ, സേ എൽ എന്ന് വിചാരിക്കുക. എൽ ദറ്റ് ഈസ് ദ ഏരിയ ഇൻറ്റു ഇ ഇൻറ്റു 2πz എൽ ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു, സോ ദിസ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എൽ ഇൻറ്റു ടോട്ടൽ ചാർജ് എന്ന് പറയും ഇൻറ്റു ലാംഡ. അപ്പം എൽ ക്യാൻസലായി. ഇ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πε0 ഇസഡ്. നിങ്ങളിതൊന്ന് നോക്കിയേ, ഈ 2ഉം 2ഉം ക്യാൻസലായി കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2πε0 ഇസഡ്. നിങ്ങൾ ഗോസസ് ലോയിൽ കണ്ടെത്തിയ അതേ റിസൾട്ട് നിങ്ങൾക്ക് എൽ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ അപ്രോക്സിമേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേ രീതിയിൽ നിങ്ങൾ അടുത്ത ഒരു പ്രോബ്ലം കൂടി ചെയ്യണം. ആ പ്രോബ്ലം ഞാൻ പറയാം. ദറ്റ് ഈസ് ഫിഗർ 2.7. പ്രോബ്ലം 2.3 ചെയ്യണേ. പ്രോബ്ലം